പവർ റൂമിൽ കയറിയ 3 പേർക്ക് അവിടെ കുറ്റം പറച്ചിൽ മാത്രമേ ഇപ്പോൾ ലൈവിൽ കാണുന്നുള്ളൂ. ഇവർ 3 പേരും കൂടി കഴിഞ്ഞാൽ അവിടെ നിന്ന് പരദൂഷണമാണെന്ന് പറയേണ്ടി വരും. ഇപ്പോ നിലവിൽ രാത്രി ലൈവില് 3 പേരുണ്ടായിരുന്നില്ല, 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നോറയും അൻസിബയും. റസ്മിൻ അവിടെ അർജുന്റെയും ശ്രീധുവിന്റെയും ഒപ്പം പോയിരിക്കുന്നുണ്ട്. പുറത്താണ് റസ്മിൻ ഉള്ളത്. അവിടെ നോറയും അൻസിബയും ഇരുന്ന് സംസാരിക്കുന്നത് അവിടെ ജിൻഡോയെ കുറിച്ചാണ്. ഇപ്പോ ഇവർക്ക് 2 പേർക്കും ഏറ്റവും കൂടുതൽ സംസാരിക്കാനുള്ളത് ജിൻഡോന്റെ ടോപ്പിക്കാണ്. ജിൻഡോയെ എങ്ങനെ പുറത്ത് നെഗറ്റീവ് ആക്കാം എന്നുള്ളതാണെന്ന് തോന്നുന്നു ഇവരുടെ ചർച്ചാ വിഷയം. എന്തായാലും ജിൻഡോനെ കുറിച്ചാണ് നോറ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ജിൻഡോ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ മോശമാണ്, സ്ത്രീകളെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നു, സ്ത്രീകളെ ബഹുമാനമില്ലാതെ സംസാരിക്കുന്നു എന്നൊക്കെയാണ് നോറ അവിടെ പറയുന്നത്. പിന്നെ നോറയുടെ അടുത്ത് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ നോറ അവിടെ പറയുന്നുണ്ട്. നോറ ഇപ്പോൾ ജിൻഡോനെ അവോയ്ഡ് ചെയ്യുകയാണെന്നാണ് അവിടെ നോറ പറയുന്നത്. കൂടുതലായിട്ട് അതിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ വഴക്കുണ്ടാവും. അങ്ങനെ അയാൾക്കൊരു സ്ക്രീൻ സ്പേസ് കൊടുക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അയാളെ ഞാൻ അവോയ്ഡ് ചെയ്യുകയാണെന്നാണ് അവിടെ അൻസിബയുടെ അടുത്ത് പറയുന്നത്. അപ്പൊ അൻസിബ പറയുന്നുണ്ട്, അത് തന്നെയാണ് നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ ശരിയാവില്ല. എന്തായാലും പുറത്തെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട്, എന്തായാലും നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ കുറേയൊക്കെ. അപ്പൊ പുറത്തെ ജനങ്ങൾക്ക് മനസ്സിലാവാതിരിക്കില്ല എന്നാണ് അൻസിബ പറയുന്നത്. അതോടൊപ്പം നോറ പറയുന്നുണ്ട്, അവിടെ സ്വന്തം വിജയത്തിന് വേണ്ടി അച്ഛനെയും അമ്മയെയും എല്ലാവരെയും കൊന്നാൽ പോലും പ്രശ്നമില്ല, കൊന്നിട്ടായാലും ഞാൻ ജയിക്കുമെന്ന് പറയുന്ന ഈ വ്യക്തിയെ എന്തായാലും പുറത്തെ ജനങ്ങൾക്ക് മനസ്സിലാകാതിരിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാലും ഓരോ നോമിനേഷനിലും ഇയാൾ എങ്ങനെയാണ് ജയിച്ച് കയറി വരുന്നതെന്ന് എനിക്ക് അപ്പോഴും സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഫിസിക്കൽ ടാസ്ക് ഒക്കെ നന്നായി കളിക്കുന്നത് കൊണ്ട് ഫിസിക്കൽ ടാസ്ക് ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാരുണ്ടാവും, അവരായിരിക്കാം വോട്ട് കൊടുക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാണ് നോറ പറയുന്നത്. അവിടെ അപ്പോൾ അൻസിബയും ശരിവെക്കുന്നുണ്ട്, അത് തന്നെ ആയിരിക്കണം, അല്ലാതെ ഇപ്പൊ അങ്ങേർക്ക് ആര് വോട്ട് കൊടുക്കാൻ? സ്ത്രീകളോട് ഇത്രയും മോശമായിട്ടാണ് സംസാരിക്കുന്നത്, നീ അയാളെ അവോയ്ഡ് ചെയ്യുക, അയാൾ പറയുന്നതൊന്നും മൈൻഡ് ചെയ്യണ്ട, അങ്ങേർക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ അൻസിബയും അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുകയാണ് അവിടെ അൻസിബയാണ് ജിൻഡോനെ ആകെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് പ്രേക്ഷകർ മൊത്തം നോക്കി കണ്ടിരുന്നത്. ഇപ്പൊ ജിൻഡോ ഫാൻസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അൻസിബയെ തലയിൽ കൊണ്ട് നടന്നിരുന്നതെന്ന് തോന്നുന്നു ജിൻഡോ ഫാൻസ്. അൻസിബയാണ് ആകപ്പാട് കൂടി ജിൻഡോയ്ക്ക് ഒരു കൂട്ടുള്ളൂ, അൻസിബ മാത്രമേ ഉള്ളൂ തള്ളി പറയാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ജിൻഡോനെ ഏറ്റവും കൂടുതൽ അവിടെ ബാക്ക് സ്റ്റാബ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് അൻസിബയാണെന്നാണ് ലൈവ് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യം. പവർ റൂമിൽ കയറിയതിന് ശേഷം അവർക്ക് ഓരോ വ്യക്തികളെടുത്ത് ഇങ്ങനെ കുറ്റം പറയലാണ് മെയിൻ പടി. അതിലെ ഏറ്റവും പ്രധാനം ജിൻഡോയെ കുറിച്ച് പരദൂഷണവും കുറ്റവും പറച്ചിൽ മാത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.